നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമുലയ്ക്ക് സ്വാഗതം. ഇപ്പോൾ റമദാനാണ്, അതായത് പുണ്യമാസം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ചൗരി വെച്ചിട്ടാട്ടോ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ചൗരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ശരീരത്തിന് തണുപ്പും അതുപോലെ തന്നെ നല്ലൊരു ഉന്മേഷവും കിട്ടും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ മുബാരക്. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് എടുക്കുക. കാരണം ഇത് നല്ല ചൂട് പാലിലോട്ട് ഒഴിക്കാനായിട്ടുള്ളതാണ്, അതുകൊണ്ട് കട്ടയൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പാലെടുക്കുമ്പോൾ നല്ല തണുത്ത പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു സോസ് പാനിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ചെടുക്കുക. ലോ ഫാറ്റ് ആണെങ്കിലും ഫുൾ ഫാറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഫുൾ ഫാറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഞാനിപ്പോൾ ലോ ഫാറ്റാണ് എടുത്തേക്കുന്നത്. ഇനി ഈ പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടും കൂടെ ഇരിക്കണേ. ഇനി അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ 1/2 കപ്പിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പാലും പഞ്ചസാരയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പാല് നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചേക്കുന്ന കസ്റ്റർഡ് മിക്സ്ഡ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കണേ, കാരണം കസ്റ്റർഡ് പൗഡർ അടിയിലോട്ട് വന്ന് കിടക്കും. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റർഡും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് തന്നെ കുറുകി തുടങ്ങും. അതുകൊണ്ടാണ് ഫ്ലെയിം സിമ്മിലാക്കണമെന്ന് പറഞ്ഞിരുന്നത്. കസ്റ്റേർഡ് മിക്സ്ഡും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. മാക്സിമം ഒരു 2 മുതൽ 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അധികം തിളപ്പിക്കേണ്ട, കാരണം കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മാക്സിമം ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്. കസ്റ്റേർഡ് മിക്സ്ഡും കൂടെ ചേർത്തതിന് ശേഷം പാല് നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് മിക്സ്ഡ് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് 1/2 കപ്പ് ചൗരി എടുക്കുന്നുണ്ട്. ഇതാട്ടോ ചൗരി, അതായത് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്നതാണ് ഈ ചൗരി. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചൂട് സമയത്ത് നമ്മളുടെ ശരീരം തണുപ്പിക്കാനായിട്ട് ഈ ചൗരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ റമദാന് ഇഫ്താർ സമയത്ത് ചൗരി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ ഉന്മേഷം കിട്ടാനൊക്കെ സഹായിക്കും. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഡൈജഷനും ഇത് നല്ലതാണ്. അപ്പോൾ ചൗരി അടുത്തായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. വെള്ളം കുറഞ്ഞു പോകരുതേ, കൂടിയാലും കുഴപ്പമില്ല. ഇപ്പോൾ ചൗരി ഒരു 3-4 മണിക്കൂർ കുതിർത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ടാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ ചൗരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1/2 കപ്പ് ചൗരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചൗരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഒരു 15 മുതൽ 20 മിനിറ്റെങ്കിലും എടുക്കും ചൗരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ചൗരി വേഗം വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനും കൂടെ മറക്കരുതേ. ഇപ്പോൾ ചൗരി വേഗം വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചൗരി വേഗം വയ്ക്കുമ്പോൾ വെള്ളം കൂടുതൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും എടുക്കും ചൗരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം ചൗരി വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി അടുത്തതായിട്ട് ചൗരിയുടെ വെള്ളം നമുക്ക് ആവശ്യമായിട്ടില്ല, ചൗരി മാത്രം മതി. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. അപ്പോൾ പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ പായസത്തിൽ ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താർ ഡ്രിങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം ആവശ്യമില്ല, ആ ചൗരി മാത്രം മതിയാവും. 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അന്നേരം ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചൗരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഡ്രിങ്കിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ ചേർക്കാം. ഇവിടെ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അനാർ മാതള എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ പഴം ചേർക്കാം, വാട്ടർമെലൺ ചേർക്കാം, പിന്നെ ഓറഞ്ച് ചേർക്കണ്ട കേട്ടോ. ബാക്കി ഏത് ഫ്രൂട്ട് വേണമെങ്കിലും, മധുരമുള്ള ഫ്രൂട്ട് വേണമെങ്കിലും ചേർക്കാം.
കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും കൂടി ചേർക്കാം. ഗ്രേപ്സ് എടുക്കുമ്പോൾ സീഡ്ലെസ്, അതായത് കുരുവില്ലാത്ത ഗ്രേപ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ ഗ്രേപ്സ് ആണെങ്കിൽ 2 3 ആയിട്ട് കട്ട് ചെയ്യാം. തീരെ ചെറിയ ഗ്രേപ്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്കിടാം. പിന്നെ ആപ്പിളും ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേപ്സ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ 2 അല്ലെങ്കിൽ 3 കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് മുന്നേ മാത്രമേ ആപ്പിൾ കട്ട് ചെയ്യാവൂ, അല്ലാന്നുണ്ടെങ്കിൽ കളർ മാറും. അനാറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ടൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. ബൗൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൗരി ചേർത്തെടുക്കാം. ചൗരി നോക്കുന്നുണ്ടോ, ഇപ്പോൾ കുറച്ച് തണുത്തപ്പോൾ കുറച്ചും കൂടി ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബൗളിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കാരണം നമ്മളിനി അടുത്തത് ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും മിക്സാക്കാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടി ചേർത്തെടുക്കാം. ആദ്യം തന്നെ ആപ്പിൾ ചേർക്കുന്നുണ്ട്, പിന്നെ ഗ്രേപ്സ്, പിന്നെ മാതള. ഇനി 1 മിനിറ്റ് ഫ്രൂട്ട്സും ചൗരിയും കൂടി മിക്സാക്കി എടുക്കുക. ഇങ്ങനെ നമ്മൾ മിക്സാക്കാതെ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രിങ്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഈ ഒരു രീതിയാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. പാൽ നല്ല തണുത്തിട്ടുണ്ട്, അതായത് പാലിൻ്റെ ചൂട് മാറിയതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിപ്പോൾ നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു തണുപ്പോട് കൂടി വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി മിക്സാക്കാനായിട്ട് വളരെ ഈസിയാണ്, കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു ചൗവരിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയാൽ മതിയാവും. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ഇഫ്താർ ഡ്രിങ്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു റമദാൻ സമയത്ത് മാത്രമല്ല കേട്ടോ, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. അതായത് ഇപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പുഡിങ്ങൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഇതിൽ ചേർത്തേക്കുന്ന മധുരത്തിൻ്റെ അളവ് പാകത്തിന് കേട്ടോ, ഒത്തിരി മധുരമൊന്നുമില്ല. മധുരം കുറച്ചും കൂടി അധികം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര മുഴുവനോടെ ചേർക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ടും തണുത്തിട്ടുണ്ട്, സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും. ഇപ്പോൾ ചൂട് സമയമല്ലേ, അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കിയത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി അടുത്തതിന് വേറെ കാണാം. താങ്ക് യു.